ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈസ്റ്റർക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുട്ടും പയറും വെച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ പുട്ടിന് നനച്ച് വെച്ചിരിക്കുന്നു. ഇച്ചായനെ കുറേ നേരം ഞാൻ വിളിക്കണം. ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിർത്തിയത് ഫോൺ നിർത്താൻ പറഞ്ഞാണ്. ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കട്ട് ചെയ്യാനും പിടിക്കാനൊക്കെ നിൽക്കണം. അതെ ഇങ്ങനെ വേണ്ട ഇച്ചായി. അപ്പോൾ ഈ ചൈന ഇത്ര നേരം വിളിച്ചിട്ട് ഇപ്പോഴാണ് കഴിച്ച് നീറ്റത്. എന്നിട്ട് ഫോൺ നോക്കി കിടക്കണേ, എഴുന്നേറ്റ് ഫോൺ നോക്കി കിടക്കണേയിരുന്നു. അതല്ല, അപ്പുറത്തായിരുന്നു കണ്ട് ചായ, അത് മധുരം കുറഞ്ഞ ചായ. അപ്പോൾ അതെ ചായ കുടിക്കണേണ്. പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നാ എനിക്ക് വ്ളോഗ് അടമുത്ത് സഖ്യെന്ന് കേട്ടാ. എന്താണ് അപ്പൊ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് നാളായി ഞാനും വാരിയിട്ടില്ല, തലമുടി വാരിട്ടില്ല. അതേപോലെ ക്യൂട്ടാവട്ടെ. അപ്പൊ അതേ ചായ കുടിക്കണ്. എനിക്ക് ചായ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. റോണോ അവിടെ ഉണ്ട് കേട്ടോ. റോണോ അവിടെ ഉണ്ട്. പിന്നെ ഇതിന് അതെ റോണോ അവിടെ ഇപ്പണ്ട്. മണ്ണിലധികം കളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ റോണോനോട്? അതെ ചായ കുടിക്കാനുണ്ടപ്പോഴത്തേക്കും മഞ്ഞുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി അടുത്തടുത്ത പരിപാടികളൊക്കെ ഉണ്ട്. ഇനി എനിക്ക് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പുട്ട്. അയ്യോ ഇപ്പോഴും ഞാൻ വ്ളോഗ് എടുത്തത് പുട്ടിൻ്റെ കാര്യം പറഞ്ഞേ. ഓ മൈ ഗോഡ് ഗൈസ്, ആട്ടെ പുട്ട് ഇവിടെ ആവി പറന്നുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടില്ലേ, പുട്ട് ആവി പറന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പുട്ട് ഞങ്ങൾക്ക് 3 പോയി. നേരത്തെ ഞങ്ങൾക്ക് 2 ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പുട്ട്. ഇപ്പം ഞങ്ങൾക്ക് 3 ഉണ്ടാക്കണം. ഞങ്ങളുടെ റോണോ കൂടി ഉണ്ട്. അപ്പോൾ റോണോനും കൂടിയുള്ള പുട്ടാണ് ഇനി ഉണ്ടാക്കണം. എനിക്ക് ഇപ്പോൾ ചൈക്കുള്ളത് ഉണ്ടാക്കി എനിക്കും റോണോനും കൂടി ഉള്ളത് ഉണ്ടാക്കണം. റോണോ പുട്ടൊക്കെ തിന്നുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. റോണോ വലിയ VIP അല്ലേ. റോണോനെ അതൊന്നും പിടിക്കത്തൊന്നുമില്ല. റോണോന് ഇടയ്ക്ക് ഷോയൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ. ആദ്യം കൊടുത്താൽ കഴിഞ്ഞാൽ കഴിക്കില്ല. അതിപ്പോൾ ഞങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും പിന്നെ തനിയെ പോയി കഴിച്ചോളൂ. അങ്ങനെ ചെറിയ ഷോകളൊക്കെ ഉള്ള ഒരു റോണോണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണത് കേട്ടോ. പിന്നെ പല അടവുകളുണ്ടെന്നും കിച്ചിച്ചേട്ടൻ പറയണ്ടായിരുന്നു. റോണോന് പല അടവുകളുള്ളവനാണ് അവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് റോണോനെ. അപ്പോൾ ശരിയാണ്, കുറച്ച് അടവുകൾ കാര്യങ്ങളൊക്കെ അവൻ വേറെ ഒന്നല്ല, അതിൻ്റെ മൂടി പോയതാണ് ഗൈസ്. അപ്പം അങ്ങനെ അത്രയും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എവിടെ എനിക്ക് കുറച്ച് പരിപാടികൾ വെക്കണം. ഇനി ചോറ് ഇപ്പോൾ റോണോന് രാവിലെ ചോറ് കൊടുക്കണോ, ഞാൻ ആ ചിന്തയിലാണ്. റോണോന് ചോറ് കുറച്ചിരിപ്പുണ്ട്, ഒരു ഇത്തിരി ചോറ്, ബാക്കി ചോറ് വന്നു അത് കൊടുക്കണോ അല്ലെങ്കിൽ പുട്ട് കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. അപ്പോൾ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. റോണോന് മാത്രമായിട്ട് നമുക്ക് വേണ്ട, റോണോ അവൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അവനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പാത്രത്തിലായിട്ട് അവനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചിക്കൻ കറി അടിപൊളിട്ടോ. കുറച്ച് ചിക്കൻ കറി എന്ന് പറയാൻ വേണ്ടിയിട്ട് 1 പീസ് തട്ടുള്ളൂ. അപ്പോൾ അത് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ ക്ഷീണിച്ചു. ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ റോണ തകർത്തോണ്ടിരിക്കുന്നുണ്ടാ. റോണനെ ഞങ്ങൾ കെട്ടിയിട്ട്, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ വേണ്ടൊക്കെയുണ്ട് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കില്ല. അതുകൊണ്ട് റോണനെ ഞങ്ങളുടെ അരികെ തന്നെ കെട്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ പുല്ലൊക്കെ പറിക്കണമായിരുന്നു. കാരണം പുല്ല് ഭയങ്കരമായിട്ട് മഴ വന്നപ്പോൾ തന്നെ പുല്ല് ഭയങ്കരമായിട്ട് വലുതായി. അപ്പോൾ പുല്ല് കുറച്ച് കൈ കൊണ്ട് പറിക്കാവുന്നത് പറിച്ചിട്ട് ബാക്കി ഇച്ചായി ചെയ്ത് തരൂലേ മമ്മട്ടി വെച്ച് ഇത് വെട്ടാന്ന് വിചാരിച്ചു. റോണോ ഫുൾ ടൈം ഇങ്ങനെ ഓടി നടക്കണോണ്ടേ ഇപ്പം പാമ്പും കാര്യങ്ങളൊക്കെ തണലും നോക്കി തണുക്കാൻ വേണ്ടിയിട്ട് നടക്കണേ. പിന്നെ പാമ്പെന്ന് ഇവനുള്ളപ്പോൾ പാമ്പ് വരൂലെന്നൊക്കെയാണ് പറയുന്നത്. ഇനി എങ്ങനെയാണെന്ന് അറിയപ്പില്ല. ഈ പാമ്പിനെ കണ്ടാൽ തിരിച്ചോടിക്കളയൊന്നും. അതെ. അപ്പോൾ ഇച്ചായി അവിടെ പറിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഫാക്കാൻ വേണ്ടി ഒന്നിറങ്ങി. അപ്പോൾ അത് ഓഫാക്കാൻ പോയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് വന്ന് തയ്ച്ചിട്ട് ദിവസം കുറച്ച് പണിയെടുക്കുമ്പോഴത്തേക്ക് ക്ഷീണിച്ച്. ടോബി ഭയങ്കര ഞങ്ങൾ പണിയെടുക്കുമ്പോൾ ടോബി എന്നാണ് എനിക്ക് പറഞ്ഞത്. നമ്മുടെ പഴയ ടോബിയുടെ പേരാണ്. റോണോൻ്റെ പണി നടക്കണേ. റോണോ എന്തേനെ കണ്ട പണിയില്ല. തേങ്ങ, അതായത് ഞാൻ തേങ്ങ പൊതിച്ചതിൻ്റെ മടലെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട് കൂട്ടി. അതിൽ നിന്ന് മടൽ എടുത്തുകൊണ്ട് വരിക. ഇപ്പോഴത്തെ ഒരു ചവിട്ടിട്ട് ഇവിടെ നിന്ന് കിട്ടിയേക്കുന്നു.
ഞങ്ങൾ ഓർക്കട്ടെ ഈ ഒരു ചവിട്ടി നമ്മുടെ വാതിക്കെ കളിച്ച് ചവിട്ടി ഇത് എവിടെ പോയി എന്നുള്ളത് ചിന്തിച്ചിട്ട് ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാനല്ല എവിടെ ഈ പുല്ലിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ചവിട്ടി. അവന് ഇരിക്കാനും കിടക്കാനുള്ള സൗകര്യത്തിന് അവൻ ഓരോ സ്ഥലത്ത് ഒന്ന് സേഫ് ആക്കി വെക്കണം. ഇത് നോക്കി കിടന്നു. അതെ, ഒന്ന് കീറി പറിക്കുക അങ്ങനെയുള്ള ഇതൊന്നും റോണോനെ കൊണ്ടില്ല. ആവക ശല്യങ്ങളൊന്നും ഇല്ല റോണോനെ കൊണ്ട്. എന്താണ് ഈ കാണിക്കണത്? മണ്ണായി മേത്ത് പോത്ത കണ്ട. അതും ഭയങ്കര വെപ്രാളം കാണിക്കണം. അത് പിടിച്ച് വലിച്ചിട്ട് പോന്നില്ലത് കണ്ടില്ലേ? അതെ അതെ. അപ്പൊ ഒന്ന് ജാടയിടാം. പിന്നെ അതേപോലെ തന്നെ മറ്റേ എന്താന്ന് വെച്ചാൽ ചെരുപ്പ്, ഇതൊക്കെ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഒരാള് ചെരുപ്പൊക്കെ എടുത്തിട്ടില്ലേ എല്ലാം ഓരോ സ്ഥലത്ത് കൊണ്ടേ വെക്കും ഇപ്പൊ. പക്ഷേ വെക്കേണ്ട സ്ഥലത്ത് ചെരുപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കൂലേ, നമ്മൾ പുറത്ത് സ്റ്റെപ്പിൻ്റെ താഴേക്ക് ഇട്ട് നോക്കൂലേ, അപ്പോൾ ചെരുപ്പ് എടുത്തിടും. അല്ലാതെ നമ്മൾ റാക്കിൽ കൊണ്ടുപോയി വെക്കണമെന്ന് എടുക്കൂല അവൻ. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ നല്ല നല്ല ശീലങ്ങളൊക്കെ ഞങ്ങളുടെ കൊച്ചിനുണ്ട് അല്ലേ റോണോ? ഭയങ്കര വെപ്രാളമുണ്ട്. അപ്പോൾ കുറച്ച് പുല്ല് ഞങ്ങൾ പറിച്ച്, എന്ന് വെച്ചാൽ ചിലത് ഇങ്ങനെ പടർന്ന് പിടിക്കുന്നത് ഉണ്ടല്ലോ, അത് നല്ല ഇവിടുത്തെ മണ്ണിൽ നല്ലോണം ഉറച്ച് അങ്ങനെ നിൽക്കണേ. അപ്പം മൺവെട്ടി വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ വന്ന ടൈമിൽ അപ്പോൾ അവിടുത്തെ ചേട്ടൻ വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കിണറിൻ്റെ അവിടുത്തെ വന്ന് ക്ലീൻ ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത്ര പുല്ല് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു 2-3 മഴ കഴിഞ്ഞില്ലേ, അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ അന്താളിച്ച് ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പണി ഈ വക പണികളും കാര്യങ്ങളൊക്കെ. ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കുന്നത് ചൂരലൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടാണ് ചായ കുടിപ്പിക്കണം, അല്ലെങ്കിൽ ചായ കുടിക്കില്ല. അതെ ഇല്ലട്ടാ, ഇത് ഇവിടെ ഇരുന്നേച്ച ഒരു ചൂരിലാണ്. ഇവിടുത്തെ പിള്ളേരാണെന്ന് അറിയില്ല അല്ലേ, അത് ഇരുന്നേച്ച ചൂരിലാണ്. അപ്പൊ ഈസേനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പുറത്തിറക്കിയിട്ട് പിന്നെ അതെടുത്ത് വെച്ചിട്ടില്ല. അത് മീൻകാരൻ വന്നിട്ടുണ്ട്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പാത്രം കാലിയായി, 2 പാത്രം കാലിയായപ്പോഴത്തേക്കും ഞങ്ങള് വ്ളോഗ് കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ അല്ലേ? അതെ. അപ്പൊ ചെറിയൊരു വ്ളോഗ്, ഓരോരുത്തരുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുമല്ലോ. അപ്പൊ ഇങ്ങനെ നിന്ന് കണ്ടോണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇരുന്നപ്പോഴത്തേക്കും അയ്യോ ഞാൻ എൻ്റെ വ്ളോഗിന്റെ കാര്യം പറഞ്ഞു ഈ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുട്ടും പയറും കഴിഞ്ഞ് ഇനി ചോറ് വെക്കണം. വേറെ ഇതൊന്നുമല്ല, എല്ലാം ഹെവി ഫുഡായിരുന്നല്ലോ ഈ കഴിഞ്ഞ ദിവസമൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് പയർ ഫുഡൊന്നും പറയാനുള്ള മീൻ ഇറച്ചി ചിക്കൻ അങ്ങനെയൊക്കെ തന്നെ അല്ലാതെ ഹെവി ഫുഡൊന്നും പറയാനും അതല്ലേ ഹെവി ഫുഡ് എല്ലാം കൂടി കഴിച്ചില്ല നമ്മള്. അപ്പൊ ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ കുഴിമന്തി, ബിരിയാണി, അതാ പോട്ടെ, സാധാരണ ഫുഡായിരുന്നു ഞങ്ങളുടെ. അപ്പം അതുകൊണ്ട് ബീഫ്, മീൻ, ചിക്കൻ ഇതൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പം ഞാൻ വിചാരിച്ച് എന്നാലും ഇന്ന് പയറ് വെക്കാം. അപ്പം പുട്ടിനുള്ള പയറ് പോവും, ഉച്ചക്ക് ചോറ് സെമ്മ പയറാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കും പയറ് തന്നെ മതി ചോറിന്. പിന്നെ റോണോന് ഒരു മീൻകറി ഇരിപ്പുണ്ട്. അപ്പം റോണോന് അത് അതെ റോണോ ഹാപ്പി. അപ്പം റോണോന് ആ മീൻകറി കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പപ്പടം ഇരിപ്പുണ്ട്. അപ്പം പപ്പടവും ചുട്ടെടുത്ത സംഭവം സെറ്റ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ളത്. പിന്നെ വൈകുന്നേരം നമ്മുടെ മെയിൻ ചാനലിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. അത് എടുക്കണം, എനിക്കൊന്ന് കുളിക്കണം, കുളിച്ചൊന്ന് മാറണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കണം. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കട്ട് വന്നിട്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്തൊരു SMS കയറിയപ്പോഴത്തേക്കും വീഡിയോ കട്ടായിപ്പോയി. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ നീളത്തിലാണ് എടുത്തേക്കണ വീഡിയോ, എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരാം. അപ്പോൾ രാവിലത്തെ ചെറിയൊരു രാവിലത്തെ പരിപാടി ഞങ്ങളുടെ കഴിഞ്ഞ് പുല്ല് പറിക്കലും കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടിപൊളി വ്ളോഗായിട്ട് ഇനി വരും. ടാറ്റാ, ബൈ.